യമുന ഘട്ട്. ഇത് ഫേക്കാണ്, ഇവിടെ വരരുത്, ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് പോലെയല്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കാം. വരേണ്ട സമയമാണ് ശ്രദ്ധിക്കേണ്ടത്. ഡൽഹിയിലെ ഈ ബ്യൂട്ടിഫുൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 3 പേരും 5 മണിക്ക് എണീറ്റ് പോകുകയാണ്. ഊബർ ബുക്ക് ചെയ്താണ് പോകുന്നത്. ഇനി അതല്ല, നിങ്ങൾ മെട്രോയിലാണെങ്കിൽ കശ്മീരി ഗേറ്റാണ് മെട്രോ സ്റ്റേഷൻ. കശ്മീരി ഗേറ്റിൽ ഇറങ്ങിയിട്ട് ഇതുപോലത്തെ ഒരു വഴി കൂടെയാണ് നമ്മൾ കുറച്ച് നടക്കേണ്ടത്. ഒരു 300 മീറ്ററിൻ്റെ താഴെയുള്ളൂ. എന്നാലും ഒറ്റപ്പെട്ട സ്ഥലമാണ്, കൂടെ ആരെങ്കിലും ഉള്ളതാണ് എപ്പോഴും നല്ലത്. മറ്റൊരു പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി പേർക്ക് യമുന ഘട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാറില്ല. ഞങ്ങൾ വന്ന ഊബർ ഡ്രൈവറിന് പോലും ഞങ്ങൾ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോഴാണ് ആൾക്ക് പിടികിട്ടിയത്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എത്താനായിട്ട് നോക്കുക. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയെങ്കിലും വഴി ഒരു കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ് സമയം വൈകിപ്പോയത്. ഇവിടെ ഒത്തിരി പേര് താമസിക്കുന്ന ഒരു ഏരിയ ആണിത്. ഈ വഴിയിലോട്ട് കയറിയപ്പോൾ തന്നെ ഒരാൾ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അവരാണ് നമ്മൾ ബോട്ടിൽ കൊണ്ടുപോവുക. 500 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് വേറെ ആരുമില്ലാതെ നമ്മൾ മാത്രമായിട്ട് അവർ കൊണ്ടുപോയി കാണിച്ചു തരും. 1 മണിക്കൂറാണ് ശരിക്കുമുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിക്കാനും എളുപ്പമാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺറൈസ്, ഒത്തിരി പക്ഷികൾ പറക്കുന്നത് കാണാം. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. 500 രൂപയാണ് പറഞ്ഞത്. ഇവിടുത്തെ ഈ മനോഹരമായ സൺറൈസും ഒത്തിരി സീഗൾസിനെ ഒരുമിച്ച് കാണാൻ പറ്റുന്നതും ഫോട്ടോ എടുക്കാൻ പറ്റുന്നതും വീഡിയോ എടുക്കാൻ പറ്റുന്നതും ഒക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ വൃത്തിഹീനമായ അന്തരീക്ഷം. ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു സ്ഥലം ഒത്തിരി പേര് വരാൻ മടിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ ഒരുവിധം എല്ലാ വേസ്റ്റും വന്ന് അടിയുന്ന ഒരു സ്ഥലം കൂടെയാണിത്. ഇത്രയും മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്ഥലത്തിനെ ഇത്രയും മോശമാക്കുന്നതും ഈ മാലിന്യം തന്നെയാണ്. പെട്ടെന്ന് സൺറൈസ് കണ്ട് കുറച്ച് വീഡിയോസും എടുത്ത് വേഗം തന്നെ ആൾക്കാർ ഇവിടുന്ന് മടങ്ങുവാണ്. വേറെ ഒന്നുമല്ല, ഇവിടുത്തെ സ്മെല്ലാണ്. കറുത്ത കളറിലുള്ള വെള്ളവും സൈഡിലെല്ലാം വേസ്റ്റ് അടിഞ്ഞതും ഇടയ്ക്ക് വെള്ളത്തിലൂടെ തലമുടിയും അതുപോലെ കുടമെല്ലാം ഒഴുകി വരുന്നത് കാണാം. ചിതാഭസ്മമാകാനും ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ വരേണ്ട സമയം ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും ഈ ഒരു ലൈറ്റിലും കിട്ടണമെന്നുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ വരാനായിട്ട് ശ്രമിക്കുക. 7 മണിക്കോ 8 മണിക്കോ ശേഷം എത്തിയിട്ട് കാര്യമില്ല, സീഗൾസിനെ കാണാനായിട്ട് സാധിക്കില്ല. സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ് ഈ ഒരു ടൈം നോക്കിയിട്ട് വേണം യമുന ഘട്ടിലോട്ട് ഞങ്ങൾക്ക് വരാനായിട്ട്. പിന്നെ ഒത്തിരി മഞ്ഞുള്ള സമയത്തും വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് വെതർ കണ്ടീഷനും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ നേരത്തെ വരാനായിട്ട്. ഈ പയ്യനാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ആവോ എന്ന് പറയുമ്പോഴേക്കും എല്ലാ പക്ഷികളും അടുത്തോട്ട് വരുന്നുണ്ട്. പക്ഷെ കൂടുതൽ പക്ഷികൾ നമ്മുടെ അടുത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം. 100 രൂപയാണ് ഒരു പാക്കറ്റ് ഫുഡിന്. തുടക്കത്തെ ആവേശത്തിൽ ഞങ്ങൾ ഒത്തിരി എറിഞ്ഞെങ്കിലും പിന്നെ ലാസ്റ്റിലോട്ടേക്ക് ഞങ്ങൾക്ക് കൊടുക്കാനില്ലാതെയായി. കുറച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഒത്തിരി പക്ഷികൾ നമ്മുടെ അടുത്തോട്ടേക്ക് വരും. ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ ഒരു കാഴ്ച ഡൽഹിയിൽ കാണണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് തന്നെ വരണം. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. ഇപ്പോഴും ഞാൻ എടുത്തു പറയുവാണ്, ഇവിടുത്തെ വൃത്തിഹീനമായ അന്തരീക്ഷം അത് നിങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിവിടെ വരിക. ഇത് കണ്ട് ആസ്വദിച്ച് മടങ്ങുക. പിന്നെ ഒത്തിരി നേരം ഇവിടെ നിൽക്കാത്തതുമായിരിക്കും നല്ലത്. 1 മണിക്കൂർ സമയം പറഞ്ഞെങ്കിലും ഒരു 10-20 മിനിറ്റ് ആയപ്പോഴേക്കും ബോട്ട് തിരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കൂടെയുള്ള വേറെ 2 പേര് എത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ കൂടെ കയറ്റട്ടെ എന്ന് ചോദിച്ചപ്പോൾ സമ്മതിച്ചതുമില്ല. പിന്നെ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് അവരെ കൂടെ നമ്മൾ കയറ്റിയത്. അവർക്ക് അത്യാവശ്യം ലാംഗ്വേജ് അറിയുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് നേരം കൂടി നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് യമുന ഘട്ട് പോകുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോട്ടിൽ കയറുന്നതിൻ്റെ മുമ്പേ സമയവും റേറ്റും പറഞ്ഞ് ഉറപ്പിച്ചിട്ട് വേണം കയറാനായിട്ട്. നമ്മളെ ബോട്ടിൽ കൊണ്ടുപോയി അവിടെ കുറച്ച് നേരം ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒട്ടും വൃത്തിയില്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് മാത്രമാണ് നമ്മളും ഇറങ്ങാതിരുന്നത്. സീഗൾസ് എല്ലാം തിരിച്ചു പോകുന്നത് കാണാം. തുടക്കത്തിൽ കണ്ട അത്രയും സീഗൾസിനെ നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ വരുമ്പോൾ സമയം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു 5 മണിക്ക് എത്താൻ പറ്റുവാണെങ്കിൽ മഞ്ഞില്ലാത്ത സമയം കൂടെയാണെങ്കിൽ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഒത്തിരി ഫോട്ടോസും വീഡിയോസും നല്ലൊരു സൺറൈസും കണ്ട് ഞങ്ങൾ മടങ്ങുവാണ്. ഒത്തിരി ഭംഗിയാക്കാവുന്ന ഈ ഒരു സ്ഥലത്തിനെ ഈ ഒരു അവസ്ഥയിൽ കണ്ടതിലും ഒരു വിഷമമുണ്ട്. ഡൽഹിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കാണണമെന്ന് ആഗ്രഹിച്ച സ്ഥലമാണിത്. അത് കണ്ടതിൽ സന്തോഷം. ഇവിടെ വരുന്നവരാണെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ മറ്റൊരു യാത്രയായിട്ട് കാണാം.